വെൽക്കം ടു മല്ലൂക്കോളർ. ഡിസ്കസ് ചെയ്യാനുള്ളത് ബാഴ്സ വേഴ്സസ് ഒസാസുന മാച്ചിനെ കുറിച്ചാണ്. ഒസാസുന കുറേ ഹറാംബോളൊക്കെ കളിച്ചു നോക്കിയ ഒരു മാച്ചാണ്, പക്ഷേ സ്റ്റിൽ നമ്മൾ 2-0 ഒരു വിക്ടറി ഈ ഒരു മാച്ചിൽ നേടിയെടുത്തു എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിന്ന്. ഇപ്പോൾ നമുക്ക് ലീഗിൻ്റെ ടോപ്പിൽ നിൽക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. റയൽ മാഡ്രിഡിനേക്കാളും ഒരു എഡ്ജ് നമുക്ക് കൂടുതലുണ്ട്. ഇവൻ റയൽ മാഡ്രിഡ് ഇപ്പോൾ നെക്സ്റ്റ് മാച്ച് ജയിച്ചു കഴിഞ്ഞാലും സ്റ്റിൽ നമ്മൾ തന്നെ ആയിരിക്കും ലീഡ്. എനിക്കൊന്ന് 3 പോയിന്റിൻ്റെ 4 പോയിന്റ് ലീഡ് ഉണ്ടാവും ഈവൻ റയൽ നെക്സ്റ്റ് മാച്ച് ജയിച്ചാലും. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് തിങ്. അപ്പോൾ ലീഗിൽ നമ്മുടെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് ഹറാംബോളൊക്കെ കളിച്ച ഒസാസുനയ്ക്കെതിരെ നമുക്ക് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ വിജയങ്ങൾ നമ്മുടെ ഈ ഒരു ലീഗ് അടിക്കാനുള്ള ജേണിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി റയൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പോയിന്റ് ഒരുക്കൂട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, 2-0 വിക്ടറി. അപ്പം ഇതിൽ 2 ഗോളും അടിച്ചിട്ടുള്ളത് റഫീഞ്ഞയാണ്. ടീം പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോയപ്പോൾ ഒരിക്കൽ കൂടി റഫീഞ്ഞ വന്ന് രക്ഷിച്ചു. അതാണ് പറയേണ്ടത്. ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ സ്കോർ 0-0 ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് അധികം ഞാൻ കണ്ടിട്ടില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ആളുടെ സൈഡിൽ നിന്നൊരു ബ്രേസ് കണ്ടു. ഓക്കെ, നമ്മുടെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ജോവാൻ ഗാർഷ്യ അവിടെ നിന്നാണ് തുടങ്ങാം. നല്ല പെർഫോമൻസ്, നീറ്റ് പെർഫോമൻസ് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യാൻ ആൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആള് കുറച്ച് നല്ല സേവുകൾ നടത്തി. നല്ലത് ഗോൾ ത്രെറ്റൊക്കെ അവരും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ തവണ ഈ ചങ്ങായി സേവ് നടത്തുമ്പോൾ ടെർ സ്റ്റെഗന്റെ അടുത്തേക്ക് ക്യാമറ ഇങ്ങനെ പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. പിന്നെ എന്താ പറയുക, നമ്മുടെ സെൻട്രൽ ബാക്കുകളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ജെറാർഡ് മാർട്ടിനും കുബാർസി നീറ്റായിട്ട് കളിച്ചു. ജെറാർഡ് മാർട്ടിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഒരു രക്ഷയില്ല. ഓക്കെ, ജെറാർഡ് മാർട്ടിനിൽ വന്നിട്ടുള്ളൊരു പ്രോഗ്രസ് ഉണ്ടല്ലോ, ആളുടെ ഗ്രാഫ് എപ്പോഴും ഇങ്ങനെ മേലോട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുമല്ലോ, അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് ആള് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ കിട്ടുന്ന ഓരോ മാച്ചിലും ആള് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണെങ്കിലും അതുപോലെ സെൻട്രൽ ബാക്ക് ആയിട്ടാണെങ്കിലും ആ ഒരു ബിൽഡപ്പിൻ്റെ സമയത്തൊക്കെ എന്ത് മെച്യൂർഡായിട്ടാണ് ആൾ കളിക്കുന്നത്. ആളുടെ പാസിങ് ആണെങ്കിൽ നൈസ് പാസിങ്. ഓക്കെ, ഡിഫെൻസീവ്ലി ആൾ എടുക്കുന്ന ജോബ് ഈസ് വെരി നൈസ്. പിന്നെ കൗണ്ടറിൻ്റെ സമയത്തൊക്കെ അവരെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ആൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബ്രില്യൻ്റ് പ്ലെയർ. ആൾ വന്നിട്ടുള്ളൊരു പ്രോഗ്രസ് ഭയങ്കരമായിട്ട് എടുത്ത് പറയേണ്ടതാണ്. അതിൻ്റെ ക്രെഡിറ്റ് ആ മനുഷ്യന് നമ്മൾ കൊടുക്കണം. ജെറാർഡ് മാർട്ടിനും കൊടുക്കണം, അതുപോലെ തന്നെ നമ്മുടെ ടീമിൻ്റെ കോച്ചിങ് സ്റ്റാഫിനും കൊടുക്കണം. ഓക്കെ, എനിക്കൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു പ്ലെയർ അല്ല, പക്ഷേ ആള് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ഇപ്പോൾ ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അവിടെ ക്രിസ്ത്യൻസനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ക്രിസ്ത്യൻസനൊക്കെ വന്ന് കൂളായിട്ട്, ക്രിസ്ത്യൻസൻ ഒരു പ്ലെയർ ഫിസിക്കലി ബ്ലോക്ക് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. കൂളായിട്ട് കുറച്ച് സമയം വന്ന് ക്രിസ്ത്യൻസൻ കളിച്ചു പോയി. ഓക്കെ, പിന്നെ നമ്മൾ സെൻട്രൽ ബാക്ക് റോളിലേക്ക് എനിക്കൊന്ന് എറിക്കിനെ നമ്മൾ സെൻട്രൽ ബാക്കിലേക്ക് വലിക്കുന്നുണ്ട്. എറിക്കും നൈസായിട്ട് തന്നെ കളിച്ചു പോയി. എറിക്കിനെ സെൻട്രൽ ബാക്ക് വലിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ നമ്മൾ വിങ് ബാക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കൂണ്ടെ ആ ഒരു സെക്കൻഡ് ഗോളിന് ചെറിയൊരു ഭാഗമായിട്ടുണ്ട്. ബാൾഡേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, രണ്ടാളുടെ കാര്യം പറയുകയാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇവരുടെ പെർഫോമൻസ് ഈസ് ഓക്കെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷേ ഇതൊന്നും ഒരു ടോപ്പ് ലെവലിലേക്ക് എത്തിയിട്ടില്ല. എന്താണോ നമ്മൾ ഇവരുടെ അടുത്ത് മുന്നേ കണ്ടിട്ടുള്ളത് അത് കിട്ടുന്നില്ല. ഓക്കെ, എസ്പെഷ്യലി ബാൾഡൻ്റെ അടുത്ത്. നമ്മുടെ കൂണ്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ കൂണ്ടെ അടുക്ക് സ്കോർ ഷീറ്റിൽ വരുന്നുണ്ട്, അതെങ്കിലും പറയാം. കഴിഞ്ഞ മാച്ചിലൊക്കെ കൂണ്ടെ സ്കോർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ബാൾഡെ അത്ര ഒരു ലെവലിൽ തരുന്നില്ല. നമുക്കറിയാം ബാൾഡൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നറിയാം. ആൾ പേസി ആയിട്ടുള്ള പ്ലെയറാണ്, ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്, ബോക്സിലേക്ക് ഇടിച്ച് കയറാൻ പറ്റുന്ന പ്ലെയറാണ്, നല്ല കട്ട് ബാക്കുകൾ കൊടുക്കാൻ പറ്റുന്ന പ്ലെയറാണ്, പക്ഷെ അതൊന്നും കാണുന്നില്ല. ഓക്കെ, നമ്മൾ വിങ് ബാക്സിൻ്റെ സൈഡിൽ നിന്ന് പലപ്പോഴും ഒരു വലിയ ഇമ്പാക്റ്റ് വരുന്നതായിട്ട് തോന്നുന്നില്ല, എസ്പെഷ്യലി ബാൾഡൻ്റെ സൈഡിൽ നിന്ന്. മേ ബി എന്തെങ്കിലും ടാക്ടിക്കലി എന്തെങ്കിലും ഒരു റീസണും കൂടെ മേ ബി അതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കും. അത് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, ഒന്ന് മാച്ചൊക്കെ റീവാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും. ചെയ്ത് നോക്കാം ഫ്രീ ആവുന്ന സമയത്ത്. അപ്പം അതാണ്. അപ്പം കൂണ്ടൻ്റെ അടുത്ത് നിന്നാണെങ്കിലും ബാൾഡൻ്റെ അടുത്ത് നിന്നാണെങ്കിലും ആ ഒരു വിചാരിച്ച ലെവൽ ഓഫ് പെർഫോമൻസ് കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ വേറെ ടീമിൻ്റെ കളി കാണുന്ന സമയത്ത് അവരുടെ വിങ് ബാക്സ് ഒക്കെ പറന്ന് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ നമ്മുടെ ടീമിൽ അങ്ങനത്തെ ഒരു പറന്ന് കളിയും അജാതി ഇമ്പാക്റ്റും കിട്ടുന്നില്ല. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് പറയാം. എസ്പെഷ്യലി നമ്മുടെ ബാൾഡൻ്റെ ഡെലിവറി ഒരുപാട് ഇമ്പ്രൂവ് ആവാനുണ്ട്. ഇടയ്ക്ക് ആൾ പിൻ പോയിന്റ് സാധനങ്ങളൊക്കെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ബയേൺ മാച്ചിലാണ് ആളൊരു പിൻ പോയിന്റ് സാധനം റഫീഞ്ഞ കൊടുത്തത്. അപ്പം അങ്ങനത്തെ സാധനങ്ങൾ തരാൻ പറ്റുന്ന പ്ലെയറാണ്. അപ്പം അത് വരണം ബാൾഡൻ്റെ കാലിൽ നിന്ന്. അപ്പം വിങ് ബാക്സിൻ്റെ പെർഫോമൻസിൽ ഞാൻ എങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ, പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ എറിക്ക് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ട്. സെൻട്രൽ ബാക്ക് ആയിട്ടും റൈറ്റ് ബാക്ക് ആയിട്ടും
അതേപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡറൊക്കെ ആയിട്ട് ആൾ നല്ല രീതിക്കാണ് ടീമിന് ഡെലിവർ ചെയ്യുന്നത്. നിസ്വാർത്ഥനായ പ്ലെയറാണ്. ബെഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞാലും ആളൊരു സങ്കടവും പറയില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് പൊസിഷനിലാണെങ്കിലും ഒരു പരാതിയും കൂടാതെ ആൾ കളിച്ചോളും, നല്ല ഇമ്പാക്റ്റും തരും. ഓക്കെ, ഗ്രേറ്റ് പ്ലെയർ, നന്നായിട്ട് കളിച്ചു. പിന്നെ വേറെ ഉണ്ടാകുന്ന പെഡ്രിയാണ്. പെഡ്രി ആ ഒരു ഫസ്റ്റ് ഗോളിന് അസിസ്റ്റ് കൊടുത്തു. പിന്നെ ഗ്രൗണ്ട് മൊത്തം ഓടി നടന്നിട്ട് ഡിഫൻസീവ് വർക്ക് എടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഒരുപാട് പാസുകൾ അയാൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബോക്സിലേക്കൊക്കെ ആ ഡിഫൻസിന്, ഒസാസുനയുടെ ഡിഫൻസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന രൂപത്തിൽ നല്ല നല്ല ബോൾസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മുടെ പ്ലേയേഴ്സ് കൂടുതൽ ക്ലിനിക്കൽ ആവേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്. പെഡ്രി ബ്രില്യൻ പെർഫോമൻസ്, ഒരു മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ് നമുക്ക് വേണമെങ്കിൽ പെഡ്രിനെ പറയാം. അതേപോലെ ജെറാർഡ് മാർട്ടിൻ്റെ പെർഫോമൻസ് മാൻ ഓഫ് ദ മാച്ച് ലെവലിൽ നിൽക്കുന്ന പെർഫോമൻസ് തന്നെയാണ്. ഓക്കെ, പിന്നെ ഓഫ് കോഴ്സ് റഫീഞ്ഞിൻ്റെത്. പിന്നെ നമ്മൾ വേറൊരു പ്ലെയറെ പറയുകയാണെങ്കിൽ നമ്പർ 10 ആയിട്ട് കളിച്ച റഫീഞ്ഞ. ഓക്കെ, റഫീഞ്ഞ 2 ഗോൾ അടിച്ചു, ബ്രില്യൻറ്റ്. ഓക്കെ, നമ്മുടെ ടീമിൻ്റെ നായകനാണ്, അയാളെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ബ്രില്യൻ പ്ലെയർ, നമ്മുടെ ടീമിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പ്ലെയർ. നമ്മുടെ ഡിഫൻസീവ് വർക്കിന് നമ്മൾ ഓപ്പണൻസിന് അവരുടെ ആ ഒരു ബിൽഡപ്പ് മുതൽ ഡിഫെൻഡ് ചെയ്ത് തുടങ്ങണം. ഓക്കെ, അതിന് നേതൃത്വം കൊടുക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് പൊളിഞ്ഞ് പാളീസാവും. കാരണം നമ്മുടെ പ്രസ് തുടങ്ങുന്ന റഫീഞ്ഞമെന്നാണ്. ഓക്കെ, റഫീഞ്ഞ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസ് തകിടം മറിയും, നമ്മുടെ ഡിഫൻസ് തകിടം മറിയും. സോ നമ്മുടെ ടീമിൻ്റെ ലീഡറാണ്. അത് ഗോളുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഡിഫൻസീവ് വർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മളെല്ലാത്തിനും ലീഡർ ആ മനുഷ്യനാണ്. ഗോളുകളുടെയും ഡിഫൻസിൻ്റെയും എല്ലാത്തിൻ്റെയും. വാട്ട് എ പ്ലെയർ, ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ്. അന്ന് നമ്മുടെ ടീമിലേക്ക് വന്നു ലീഡ്സിൽ നിന്ന് സ്റ്റിൽ നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് ഒരുപാട് വിമർശനങ്ങളൊക്കെ ആൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ ആൾ ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് എ പ്ലെയർ. പിന്നെ നമ്മൾ യമാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല സമയത്തും യമാൽ ഭയങ്കര പ്രഡിക്റ്റബിൾ ആവുന്നുണ്ട്. ഓക്കെ, ഭയങ്കര പ്രഡിക്റ്റബിൾ ആവുന്നുണ്ട്. പക്ഷെ ആൾ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വെറൈറ്റി സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഫിനിഷിങ് ഇമ്പ്രൂവ് ആവേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ആൾ ഷോട്ട് എടുക്കാൻ വരുന്ന സമയത്ത് നമുക്കറിയാം എങ്ങനെയാണ് അടിക്കുക, എങ്ങോട്ടാണ് വരിക. ഓക്കെ, അപ്പം അത് ആളെ കുറച്ച് പ്രഡിക്റ്റബിൾ പ്ലെയർ ആക്കി മാറ്റുന്നുണ്ട്. ആളെപ്പോഴും ബോളായിട്ട് റൈറ്റ് ഹാഫ് സ്പേസിലേക്ക് അല്ലെങ്കിൽ വൈഡ് ഏരിയാസിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഫേക്ക് ഇടും, അത് കഴിഞ്ഞ് ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അതുതന്നെയാണ് നടക്കാമെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പം അതൊരു വിഷയമാണ്. ഇടയ്ക്ക് പ്രഡിക്റ്റബിളായി പോകുന്നുണ്ട്. അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ്. അപ്പം യമാലിൻ്റെ കേസ് അതാണ്. കുഴപ്പമില്ലാതെ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ആരാണ്, ഷാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാർക്ക് കുറച്ച് ചാൻസ് ഒക്കെ മിസ് ചെയ്തു സ്കോർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ 2 ഗോളിന് ഇപ്പോൾ നമ്മൾ ജയിച്ചുകൊണ്ട് പിന്നെ കണ്ണടക്കാം നമുക്ക്, പിന്നെ അങ്ങനെ വിചാരിക്കാം. ഓക്കെ, പിന്നെ റഷ്ഫോർഡ് ഉണ്ടായിരുന്നു. റഷ്ഫോർഡ് നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. പെർഫോമൻസ് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല, വലിയ കുഴപ്പമില്ലാത്ത ആൾ കളിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്ന ആരൊക്കെയാണ്? സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഫ്രാങ്കിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഫ്രാങ്ക്യും ഡീസൻ്റായിട്ട് മിഡ്ഫീൽഡിൽ കളിച്ചു പോകുന്നുണ്ട്. പിന്നെ ജെറാർഡ് മാർട്ടിനൊക്കെ പിൻവലിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ മിഡ്ഫീൽഡിൽ നിന്ന് എറിക്കിനെ സെൻട്രൽ ബാക്കിലേക്ക് വലിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്, അപ്പോഴാണ് മിഡ്ഫീൽഡിലേക്ക് ഫ്രാങ്കി വരുന്നത്. സോ നമ്മൾ നന്നായിട്ട് മാനേജ് ചെയ്തൊരു ഗെയിം നൈസായിട്ട് വിൻ ചെയ്തു. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ടൈറ്റിൽ റേസിൽ. ഒസാസുനെ പോലെ ഒരു ടീമിനെതിരെ 2 ഗോളിന് ജയിക്കുക. ഓക്കെ, 2 ഗോൾ അടിച്ചു, ക്ലീൻ ഷീറ്റും കിട്ടി. സോ ഗോൾ ഡിഫറൻസിൽ അവിടെ ഒരു +2 നമുക്ക് കയറി എന്നുള്ളതാണ്. പിന്നെ പറയേണ്ടത് എന്താണ്, പിന്നെ നമ്മുടെ വിങ് ബാക്സ് കുറെ കൂടെ ഡെലിവർ ചെയ്യുക, അതാണ് എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം. നിലവിലുള്ള അവരുടെ പെർഫോമൻസ് പേഴ്സണലി ഞാൻ എൻ്റെ കാര്യമായിട്ട് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ല. അപ്പം അത് അവർ സെറ്റാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ യമാൽ ചില സമയത്ത് പ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ യമാൽ കുറച്ചുകൂടെ അൺപ്രഡിക്റ്റബിൾ ആവുക പറയാലോ. അപ്പോൾ നമ്മൾ മെസ്സിയൊക്കെ ഇങ്ങനെ കളിക്കുന്നതാണ് സമയത്ത് മെസ്സി ഇത് എങ്ങോട്ട് പോകും, എങ്ങോട്ട് ഷോട്ട് അടിക്കുന്നു നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഞാൻ മെസ്സിനെ വെച്ച് കമ്പയർ ചെയ്യല്ലോ, പക്ഷെ ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പം യമാലിനെ പോലത്തെ ഒരു പ്ലെയർ അൺപ്രഡിക്റ്റബിൾ ആവുക എന്നുള്ളത് നമ്മൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സോ ആൾ അൺപ്രഡിക്റ്റബിൾ ആവട്ടെ, അതാണ്. ഓക്കെ, പിന്നെ എന്താ പറയുക, കുറച്ചുകൂടെ ക്ലിനിക്കൽ ആവുക. അതിപ്പോൾ ലെവൻഡോസ്കി ആണെങ്കിലും ഫെറാൻ ടോറസ് ആണെങ്കിലും കുറച്ചുകൂടെ ക്ലിനിക്കൽ ആവാം. അപ്പം അതും നൈസായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ഓഫ് സൈഡ് ഗോൾ അടിച്ചിരുന്നു, അത് നല്ല ഗോളായിരുന്നു, ഫെറാൻ്റെ ഫിനിഷ്. ഓക്കെ, പിന്നെ ഫെറാൻ്റെ കുറച്ച് നല്ല ട്രൈസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ കയറിയില്ല, അതാണ്. എന്നിരുന്നാൽ പോലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.